ഹരി ഓം. ഏവർക്കും ആസ്ട്രോ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1201 ആണ്ട് മലയാള വർഷ പുതുവർഷ ഫലമാണ് സംസാരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഓരോ ജന്മസംഖ്യക്കാർക്കും എങ്ങനെയൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം. ഓക്കെ, അപ്പം സംഖ്യാശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ നമുക്കറിയാം ജാതിമത ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും നോക്കുന്ന ഒരു സിസ്റ്റമാണ് സംഖ്യാ ജ്യോതിഷം എന്ന് പറയുക അല്ലേ. കാരണം എല്ലാവർക്കും തൻ്റെ ജന്മനക്ഷത്രമൊന്നും അറിയില്ല, പക്ഷെ എല്ലാവർക്കും എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം അല്ലേ. അപ്പം കൂടുതലും അതുകൊണ്ട് തന്നെ എന്താണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ന്യൂമറോളജി തന്നെയാണ്. ജ്യോതിഷം നോക്കുന്ന ഉണ്ട്, എന്നാൽ നമുക്കെന്താ ന്യൂമറോളജി ഈ നക്ഷത്രം അറിയില്ലാതെ വരുമ്പോൾ എന്താണ് കൂടുതൽ ആളും ന്യൂമറോളജി ആശ്രയിക്കാറുണ്ട്. അതുമാത്രമല്ല ബിസിനസ് കാര്യങ്ങളിൽ പേര് ചേഞ്ച് ചെയ്യാൻ, നമുക്ക് ഭാഗ്യമായിട്ടുള്ള നമ്പർ എടുക്കാൻ, ഇതൊക്കെയായിട്ട് നമ്മൾ ന്യൂമറോളജി നോക്കാറുണ്ട് അല്ലേ. ബിസിനസ്സിൽ ലോഗോ സെറ്റ് ചെയ്യാൻ, അങ്ങനെ തുടർന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ന്യൂമറോളജി നോക്കാറുണ്ട്. സോ ന്യൂമറോളജി പ്രകാരം ഈ ഒരു പുതുവർഷം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ എങ്ങനെയാണ് ജന്മസംഖ്യ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പം ഞാൻ ജനിച്ചത് ജനുവരി 1 തീയതിയാണ് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ജന്മസംഖ്യ എന്ന് പറയുന്നത് 1. ഞാൻ ജനിച്ചത് എന്താണ് ഫെബ്രുവരി 28 തീയതിയാണ് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എന്താണ് 28ൻ്റെ അകത്ത് 28 നമ്മൾ കൂട്ടുക, ഇരട്ട സംഖ്യയല്ലേ. ഇരട്ട സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക, ഏകസ്ഥാന സംഖ്യ ആക്കുക. അങ്ങനെ 2 + 8 ആക്കുമ്പോൾ നമുക്ക് എന്താവും 10 ആവും. സോ 1 + 0 1. സോ ജന്മസംഖ്യ എന്ന് പറയുന്നത് 1. അതുപോലെ തന്നെ 15 തീയതി ഏതൊരു മാസത്തിൽ 15 തീയതി ജനിക്കുകയെങ്കിൽ അയാളുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് 6. എങ്ങനെയാണ് 1 + 5 എന്താണ് 6 ആണല്ലേ. അപ്പം നമ്മൾ ഇന്ന് ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ പുതുവർഷം നോക്കുന്ന ജന്മസംഖ്യ 1 ഉള്ളവരുടെ ഫലമാണ് നോക്കാം. അപ്പോൾ ആരൊക്കെയാണ് ജന്മസംഖ്യ 1 ജനിക്കുന്നവർ നോക്കാം അല്ലേ. ഏതൊരു മാസത്തിലും 1 തീയതി, 10 തീയതി, 19 തീയതി, 28 തീയതി ഈ തീയതികൾ ജനിച്ചവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് 1 അല്ലേ. 1 നമുക്ക് ജന്മസംഖ്യ 1. അതുപോലെ തന്നെ നമുക്ക് 10 1 + 0 10 1. അതുപോലെ തന്നെ എന്താണ് 19 1 + 9 10. സോ 1 + 0 1. അതുപോലെ തന്നെ 28 തീയതി 2 + 8 10. സോ 1 + 0 1. അപ്പോൾ ഇവരുടെ എല്ലാം ജന്മസംഖ്യ എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. അപ്പം നമുക്കറിയാം ഈ 1201 ആണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ രാഹുവിൻ്റെ സംഖ്യയാണ് കാരണം അല്ലേ. 1 + 2 + 0 + 1 ആണ് വരിക. സോ 4. അപ്പം നമുക്ക് രാഹുവിൻ്റെ ഒരു ഇയറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ എഫക്റ്റ് കൂടുതൽ, കാരണം 2 ആണ് 1 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രൻ 2 എന്ന് പറയുന്ന 2ൻ്റെ ആധിപത്യം ഉള്ളത് ചന്ദ്രനാണ്. സോ ഈ ഒരു 3 ഗ്രഹത്തിൻ്റെ ഒരു ആധിപത്യം നമുക്ക് വരുന്നുണ്ട്. സോ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളൊരു ഇയറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ജന്മസംഖ്യ 1 ഉള്ളവരുടെ അല്ലെങ്കിൽ ഏതൊരു വർഷത്തിലായാലും ഏതൊരു മാസത്തിലായാലും 1, 10, 19, 28 എന്നീ തീയതി ജനിച്ചവരുടെ ജന്മസംഖ്യ 1 ആണ് നമ്മൾ പറഞ്ഞു. സോ ഇവർക്ക് ഈ ഒരു വർഷകാലം എന്തൊക്കെ കാര്യങ്ങളാണ് നിൽക്കാൻ നോക്കാം അല്ലേ. തൊഴിൽ സംബന്ധമാക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ യോഗം പറയാൻ സമയമാണ്. അതുപോലെ തന്നെ സ്ഥലം മാറാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ തൊട്ടതെല്ലാം പൊന്നാകുന്നൊരു വർഷമായിരിക്കും ഈ 1201 ആണ്ടെന്ന് പറയുന്നത്. ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ കച്ചവടമൊക്കെ മെച്ചപ്പെടുന്നൊരു അവസ്ഥ ഈ ഒരു ടൈമിൽ കാണാൻ സാധിക്കും. ബിസിനസ്സിലായാലും ചെറിയ രീതിയിലായാലും പ്രോഫിറ്റൊക്കെ വർദ്ധിച്ചു വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കുറച്ചുകൂടി ഡിമാൻഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാർ കൂടുന്നതായിട്ടൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാലൊക്കെ വിദേശ യാത്രകളൊക്കെ പോകാൻ യോഗം, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനൊക്കെ യോഗം പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കായാലും തന്നെ നമുക്ക് എന്താണ് വിദേശ അവസരങ്ങളൊക്കെ വരുമ്പം പാരാക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് ഒന്നിന് പുറകെ ഒന്നായി നമുക്ക് എന്താണ് ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളൊക്കെ വരുന്നൊരു സമയം തന്നെയായിരിക്കും. മേൽക്ക് മേൽ ആനന്ദ വരുന്ന ഒരു വർഷമാണ് ഈ 1201 ആണ്ടെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് ചില തരത്തിലുള്ള ദുഃഖാംശങ്ങൾ, ദുഃഖപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗം പറയാൻ സമയത്താണ്. നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ എന്താണ് അപകടം പറ്റുക, അവർക്ക് മരണസംബന്ധം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോർട്ട് റിലേറ്റഡ് കേസൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും കോടതിയിൽ എന്തെങ്കിലും കേസൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് അതിൽ തീരുമാനമാവുന്ന ഒരു വർഷമായിരിക്കും 1201 എന്ന് പറയുന്നത് കേട്ടോ. അതിൽ നമുക്ക് എന്താണ് വിജയമൊക്കെ പറയാവുന്നൊരു വർഷം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ
ഈ ഒരു വർഷത്തിൽ നമുക്കൊരു ഭാഗ്യ പരീക്ഷണത്തിനൊക്കെ നോക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് മാറാൻ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു പരീക്ഷണം നടത്തണം, എങ്ങനെ ഉണ്ടാവും എന്ന് ഈ സമയം നല്ലതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ഈ ഒരു ടൈമിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് എന്താണ് അതൊക്കെ ഒന്ന് ശ്രമിക്കാവുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോഴായാലും നമുക്ക് നല്ലൊരു കോമ്പറ്റീവ് എക്സാമാണ്, ഞാൻ ഈ തവണ പ്രിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് മാറ്റിയാലോ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ വർഷം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്ത് ഈ തവണ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം ഈ ടൈം നമുക്ക് അനുകൂലമായ സമയമാണ്, മത്സര പരീക്ഷയിലൊക്കെ വിജയം പറയാവുന്ന സമയമാണ്. സോ നല്ല രീതിയിൽ പ്രാക്ടീസ് നമുക്ക് ഒരു കോൺഫിഡൻസും ധൈര്യമായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് തരുന്നൊരു ടൈം തന്നെയായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. കുടുംബജീവിത സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും ശാന്തിയൊക്കെ കളിയാടുന്ന സമയം തന്നെയായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയം ഐക്യം വർദ്ധിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും ഒരു ഡേ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സന്താന ഭാഗ്യം പറയാൻ സമയമാണ്. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് സന്താന ദുഃഖത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഈ ഒരു വർഷത്തെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ പൊതുവെ മെച്ചമുണ്ടാവുമെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ യാത്രകളൊക്കെ പോകുമ്പം ശ്രദ്ധിക്കുന്നതാണ്, അപകട സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദേഷ്യം, നമ്മുടെ ഓവർ എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ നമ്മളൊന്ന് മാറ്റി വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം ദേഷ്യപ്പെട്ട ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എന്താണ് അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. സോ നിങ്ങളുടെ ദേഷ്യം നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഓവർ എക്സൈറ്റ് ആവാതെ എന്തൊരു കാര്യത്തിന് കൃത്യമായൊരു പ്ലാനോടെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്നതൊക്കെ കുറച്ചുകൂടി നമുക്ക് നല്ല റിസൾട്ടിലേക്ക് നമ്മൾ നയിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കം കൃത്യമാക്കുക, ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ജന്മസംഖ്യ 1 ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ആഹാരം കഴിക്കാൻ ശീലം ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണം. അപ്പോൾ എങ്ങനെ ആഹാരം കഴിക്കാതെ കിടക്കണം അങ്ങനെയല്ല പറയണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കാൻ നോക്കുക. ഓക്കെ, മാക്സിമം ഒരു 6:30 സൂര്യാസ്തമയത്തിന് മുമ്പ് ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാ ജന്മസംഖ്യക്കാരും അതെ. എന്നിരുന്നാൽ അപ്പോൾ ജന്മസംഖ്യ 1 ഉള്ളവരെന്ത് ചെയ്യുക, കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കുക. കാരണം കഴിച്ച ഒട്ടനെ പോയി കിടക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ദഹിക്കാനൊക്കെ സമയം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ കാര്യമാണ് പൊതുവേ ഈ ജന്മസംഖ്യ 1 ഉള്ളവർക്ക് ഈ ഒരു വർഷത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ചില ദോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തി മുമ്പോട്ട് പോവുക. പിന്നെ ഈ ഫലം നമുക്ക് പൂർണ്ണമായിട്ട് വരണമെങ്കിൽ നമ്മുടെ നാമസംഖ്യയും നമുക്ക് അനുകൂലമായി നിൽക്കണം അല്ലേ. നമ്മുടെ നാമസംഖ്യയും നമ്മുടെ ജന്മസംഖ്യയൊക്കെ നമുക്ക് അനുകൂലമാണ്, ഓക്കെ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറ്റും, നമുക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടാം. നമുക്കറിയാം സിനിമാ ഫീൽഡിലായാലും പൊളിറ്റീഷ്യന്മാരായാലും എല്ലാവരും തന്നെ എന്താണ്, മിക്ക ആളുകളും ന്യൂമറോളജി നോക്കുന്നവർ, ന്യൂമറോളജി അനുസരിച്ച് പേര് മാറുന്നവരൊക്കെയാണ് അല്ലേ. ന്യൂമറോളജീൻ്റെ കൂടെ പെർണോളജിയൊക്കെ ആഡ് ചെയ്ത് എന്താണ് പേരിൽ ചേഞ്ച് വരുത്തുക. നമുക്കറിയാം ഭാഗ്യ നമ്പറുകൾ നോക്കുന്നവരാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോഴായാലും ഒരു ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴായാലോ വണ്ടി നമ്പർ എടുക്കാനായാലും നമ്മൾ ഭാഗ്യ നമ്പറുകൾ നോക്കുന്നവരെ കാണാൻ പറ്റും. അത് വലിയ വലിയ സെലിബ്രിറ്റി ലെവലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VIP ലെവലിലേക്ക് നോക്കി അവരുടെ ഇഷ്ടം നമ്പർ അല്ലെങ്കിൽ ഭാഗ്യ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നവരാണ് അധികവും അല്ലേ. അപ്പം ചിലർക്ക് അതുപോലെ തന്നെ ഫോൺ നമ്പറിലായാലും ചിലർക്ക് പറയാറുണ്ട്, നേരത്തെ ഫോണിലായിരുന്നപ്പോൾ എനിക്ക് നല്ല ബിസിനസ് കിട്ടാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഫോൺ നമ്പർ ആയപ്പോൾ എനിക്ക് അത്ര ബിസിനസ് കിട്ടുന്നില്ല. ബിസിനസ്സിനൊരു അവർക്ക് ന്യൂമറോളജി അത്ര അറിയില്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനൊരു ചിന്ത, ഓക്കെ അങ്ങനെ ഇതുണ്ട്. അന്നേരം നോക്കുമ്പോൾ ആദ്യത്തെ നമ്പർ അവർക്ക് എന്തായിരിക്കും അനുകൂലവും, ഇപ്പോഴത്തെ നമ്പർ നമുക്ക് അത്ര അനുകൂലമാവാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ തന്നെ ചില പേരുകൾ മാറ്റി കഴിയുമ്പം ഭയങ്കര വികൃതിയായ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ വികൃതിയൊക്കെ മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റില്ല, പക്ഷേ ഡേറ്റ് ഓഫ് ബർത്തിന് അനുബന്ധമായിട്ട് നമുക്ക് അനുകൂലമാക്കി നമ്മുടെ നാമത്തിനെയും അതുപോലെ നമുക്ക് എന്താണ് നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലേ. കാരണം സംഖ്യകൾ എന്ന് പറയുന്ന ഭയങ്കര വൈബ്രേഷനുള്ള ശരിക്കും സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് രഹസ്യശാസ്ത്രമായിട്ട് നമുക്ക് പറയാം, മഹാ അത്ഭുത ശാസ്ത്രമായിട്ട് പറയാവുന്നതാണ്. കാരണം നമ്മളിതിൻ്റെ കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് നോളജിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മളുടെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തേക്കുന്ന ഈ നമ്പേഴ്സുമായിട്ട് അക്കങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉള്ളതായിട്ട് നമുക്കറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഏകസ്ഥാന സംഖ്യകൾ അടങ്ങിയിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വാസത്തോടെ നല്ല വിശ്വാസത്തോടെ ഈശ്വര പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായി ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. ചില ദുഃഖങ്ങളൊക്കെ വരുമ്പം ഈശ്വരനെ കൂടെ പിടിക്കുക. കാരണം ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നമുക്ക് തോന്നി നമ്മൾ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നില്ലാണ്, പക്ഷെ അത് ഈശ്വരൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അവിടം വരെ പോവും, നിങ്ങൾക്ക് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നത്. ചിലവർക്ക് നല്ല രീതി ഈശ്വര പ്രാർത്ഥനയൊക്കെ വരുമ്പം അവർക്ക് എന്താണ്
കുറച്ചുകൂടി പ്രശ്നങ്ങളൊക്കെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അത് ശരിക്കും ഈശ്വരൻ പരീക്ഷിക്കുന്നതാണ്. കാരണം ഒരു പരീക്ഷണം കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ മുമ്പോട്ട് ഹാപ്പി ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോ ലൈഫിലേക്ക് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.